ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പൾസർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സെക്കൻഡ് ഹാൻഡ് പൾസർ എടുക്കുമ്പോൾ എന്തൊക്കെ പണികളാണ് സാധാരണ വരുന്നത്, എന്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനുവേണ്ടി 2011 മോഡൽ പൾസർ 150 ആണിത്. ഇതിൽ എനിക്ക് വന്ന കുറച്ച് പണികളാണ് ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് നോക്കേണ്ടത് ബാക്ക് ബെയറിങ്ങിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നാണ്. അതിനുവേണ്ടി ഗിയർ ന്യൂട്രലാക്കിയിട്ട് ഒന്ന് ടയർ അങ്ങോട്ടും ഇങ്ങോട്ട് വല്ല ആടലോ ഉണ്ടാകും നോക്കുക. പിന്നെ ഒന്ന് കറക്കിയിട്ട് ശരിയായ രീതിയിൽ കറങ്ങുന്നോ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്നതെന്ന് നോക്കുക. വല്ല ആടലോ ഉണ്ടെങ്കിൽ അതിന് ബെയറിങ്ങിന് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതിനുള്ള റേറ്റ് കുറച്ച് വാങ്ങുക. രണ്ടാമതായിട്ട് നമ്മൾ ചെക്കാക്കേണ്ടത് ഇതിൻ്റെ ടാങ്കിനകത്ത് തുരുമ്പുണ്ടോയെന്നാണ്. ഇതിൻ്റെ ടാങ്കിൻ്റെയൊക്കെ തുരുമ്പുണ്ടായ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് മിസ്സിങ് ഇഷ്യൂ, തുരുമ്പ് കാർബറേറ്ററിൽ ചെന്നിട്ട് കാർബറേറ്റർ ക്ലീനിങ്, അങ്ങനെ ഇതിൻ്റെ ബാക്കിൽ തന്നെ നടക്കേണ്ടി വരും. അപ്പോൾ തുരുമ്പുള്ള വണ്ടി മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഒരു ലോങ്ങെല്ലാം പോകുമ്പോഴാണ് മിസ്സിങ് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. മാക്സിമം തുരുമ്പുള്ള വണ്ടി ഒഴിവാക്കുക. മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ബാക്ക് സീറ്റ് അയച്ച് നോക്കുക. അതിനകത്ത് തുരുമ്പോ അല്ലെങ്കിൽ വയറിങ്ങിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ്, സ്ക്രാച്ച്, അതൊക്കെ നോക്കി. പിന്നെ ടാങ്കിൻ്റെ സൈഡുള്ള തുരുമ്പൊക്കെ നോക്കുക. ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള വില കുറച്ച് വാങ്ങുക. വയറിങ്ങിനൊക്കെ നല്ല 2000 സംതിങ് ഉണ്ട്. വയറിങ്ങിനെ മെയിനായിട്ട് നോക്കുക, ഇല്ല നമുക്ക് പണി കിട്ടിക്കൊണ്ട്. നാലാമതായിട്ട് മെയിനായിട്ട് ഇനി ചെക്കാക്കേണ്ടത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഇതിൻ്റെ ബാറ്ററി ഉണ്ടോ എന്ന് നോക്കുക. ഇതിൻ്റെ ബാറ്ററിക്ക് 1200 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ബാറ്ററി ഇല്ലെങ്കിൽ അതിൻ്റെ റേറ്റും കൂടെ കുറച്ച് വാങ്ങുക. അടുത്തതായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ പുക കൂടുതലുള്ള വണ്ടി മാക്സിമം ഒഴിവാക്കുക. അത് ബോറിൻ്റെ പണി, പിസ്റ്റൻ്റെ പണി എന്നിവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പുകയുള്ള വണ്ടി മെയിനായിട്ട് ഒഴിവാക്കുക. അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്ത് റേസാക്കി നോക്കുക. കൂടുതൽ പുകയുള്ള വണ്ടി ഒഴിവാക്കുന്നതാണ് നല്ലത്. എഞ്ചിൻ ഓയിൽ കത്തി പോകുന്നുണ്ടെങ്കിൽ കൂടുതൽ വരാൻ സാധിക്കും. ആറാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്കാണ്. എൻജിൻ ഭാഗത്തിന് എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അറിയുന്ന ആളെ കൊണ്ട് നോക്കിക്കുക, നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ട്. ഇതിൻ്റെ എൻജിൻ ഇപ്പോൾ പക്കയാണ്, എൻജിൻ പണി കഴിഞ്ഞ വണ്ടിയാണ്. ഇതിൻ്റെ പാക്കിംഗ് ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് എൻജിൻ ഓയിൽ ചെറിയൊരു ലീക്കുണ്ട്. അത് വർക്ക്ഷോപ്പിൽ കാണിക്കണം. അപ്പോൾ എൻജിൻ ഭാഗം ഒന്ന് നോക്കുക. അതാണ് അടുത്തതായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ ഡിസ്കിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. ബെൻഡോ വര പോലുള്ള എന്തെങ്കിലും. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇതിൻ്റെ ഡിസ്കിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് കുറച്ച് മേടിക്കുക. വരയോ പൊട്ടലോ ഉണ്ടാകാൻ സൂക്ഷിച്ച് നോക്കി മേടിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അടുത്തതായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ സസ്പെൻഷൻ്റെ സൈഡാണ്. ഫ്രണ്ട് സസ്പെൻഷൻ വർക്കാവുന്നുണ്ടോ. ഇതിൻ്റെ പൈപ്പ് അത്യാവശ്യം എക്സ്പെൻസീവാണ്. 2000 രൂപ വരെ, 2000-3000 ആ റേഞ്ചാണ്. അപ്പോൾ വല്ല സ്ക്രാച്ചസോ പിന്നെ ഓയിൽ ലീക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഇതിലിപ്പോൾ കുറച്ച് ലീക്കുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്നാക്കി മേടിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.